CPIM വയനാട് ജില്ലാ സമ്മേളനം 21 മുതൽ 23 വരെ ബത്തേരിയിൽ. കൊടിമര പതാക ജാഥകൾ നാളെ നടക്കും. സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ 21 രാവിലെ ഉദ്ഘാടനം ചെയ്യും. 823 ബ്രാഞ്ച് സമ്മേളനങ്ങളും 66 ലോക്കൽ സമ്മേളനങ്ങളും 8 ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് വയനാട്ടിലെ CPIM കടക്കുന്നത്. ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് 50 വർഷം പൂർത്തിയായ ശേഷമുള്ള സമ്മേളനം കൂടിയാണിത്. പ്രതിനിധി സമ്മേളനം എടത്തറ ഓഡിറ്റോറിയത്തിലെ PA മുഹമ്മദ് നഗറിലും, പൊതുസമ്മേളനം സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗർ നഗരസഭാ സ്റ്റേഡിയത്തിലും നടക്കും. സമ്മേളനത്തിന്റെ പതാകജാഥ മേപ്പാടിയിൽ PA മുഹമ്മദിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും, കൊടിമര ജാഥ പുൽപ്പള്ളിയിൽ PK മാധവന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പ്രയാണം നടത്തും. വൈകിട്ട് ഇരുജാഥകളും കോട്ടക്കുന്നിൽ സംഗമിച്ച് പ്രകടനമായി പൊതുസമ്മേളന നഗരിയിലെത്തി കൊടി ഉയർത്തും. കഴിഞ്ഞ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൽ 6 ഏരിയ കമ്മിറ്റി ആയിരുന്നു. 2021 അന്ന് വിഭജിച്ച് 8 ഏരിയ കമ്മിറ്റികളാക്കി മാറ്റി. ഇന്ന് 8 ഏരിയ കമ്മിറ്റികളും 66 ലോക്കൽ കമ്മിറ്റികളും 823 പാർട്ടി ബ്രാഞ്ചുകളും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ആ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനത്തെ അതിൻ്റെ സംഘടനാപരമായും രാഷ്ട്രീയമായും വിലയിരുത്തുക എന്നുള്ളതാണ് ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. 11,678 പാർട്ടി അംഗങ്ങളെയും ലക്ഷക്കണക്കിന് പ്രവർത്തകരെയും പ്രതിനിധീകരിച്ച് 217 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമാപന ദിവസമായ തിങ്കൾ വൈകിട്ട് പൊതുസമ്മേളനത്തിൽ A. വിജയരാഘവൻ, എളമരം കരീം, EP ജയരാജൻ തുടങ്ങിയവർ പങ്കെടുക്കും. ചുവപ്പ് സേന മാർച്ചും 1,00,000 പേർ അണിനിരക്കുന്ന ബഹുജന പ്രകടനവും ഇതിനോടനുബന്ധിച്ചുണ്ടാകും. ജില്ലയിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളും തീരുമാനങ്ങളും സമ്മേളനത്തിലുണ്ടാകും. ജില്ലയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രക്ഷോഭങ്ങളും തീരുമാനങ്ങളും സമ്മേളനം കൈക്കൊള്ളും. കൈരളി ന്യൂസ്, വയനാട്.